ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. അടൽ പെൻഷൻ യോജന 2030-31 സാമ്പത്തിക വർഷം വരെ തുടരാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ 3ാം ദിവസമായ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ ചർച്ച ആരംഭിക്കും. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറാൻ പോവുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെ. ശബരിമല തീർത്ഥാടന കാലത്ത് സജ്ജമാക്കിയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി 2,56,399 തീർത്ഥാടകർക്ക് സേവനം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. വാർത്തകൾ വിശദമായി. അടൽ പെൻഷൻ യോജന 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പദ്ധതിയുടെ പ്രചാരണം, വികസനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നീട്ടുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന യോഗം അംഗീകാരം നൽകി. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് 5000 കോടി രൂപയുടെ ഓഹരി മൂല്യത്തിന് പിന്തുണ നൽകുന്നതിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 25,74,000-ലധികം പുതിയ MSME ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ 3ാം ദിവസമായ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ ചർച്ച ആരംഭിക്കും. കൊയിലാണ്ടി MLA ആയിരുന്ന കാനത്തിൽ ജമീലയ്ക്ക് ചരമോപചാരമർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപടത്തിൽ സ്ത്രീകളുടെ സ്വരം ഉയർത്തുന്നതിന് ശ്രദ്ധ നൽകിയിരുന്ന നേതാവായിരുന്നു കാനത്തിൽ ജമീല എന്ന് സ്പീക്കർ AN ഷംസീർ അനുസ്മരിച്ചു. പുരോഗമന പ്രസ്ഥാനത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് കാനത്തിൽ ജമീലയുടെ വിയോഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഭയിൽ എല്ലായ്പ്പോഴും ജനാധിപത്യ ബോധവും മതേതര നിലപാടും പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു കാനത്തിൽ ജമീലയെന്ന് പ്രതിപക്ഷ നേതാവിനെ പ്രതിനിധീകരിച്ച് കെ ബാബു അനുസ്മരിച്ചു. വയനാട് ജില്ലയിലെ മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതിക്കും വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ദുരന്തബാധിതർക്കായുള്ള ഉജ്ജീവന പദ്ധതിക്കും സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 8.57 കോടി രൂപയുടെ പദ്ധതിയിലൂടെ വായ്പയ്ക്ക് പലിശയായി കണക്കാക്കിയിട്ടുള്ള 1.94 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വയനാട് ജില്ലാ കളക്ടർ മുഖേന കുടുംബശ്രീ മിഷന് അനുവദിക്കും. ഉജ്ജീവന വായ്പാ പദ്ധതിയുടെ സർക്കാർ വിഹിതം ബാങ്കുകൾക്ക് നൽകുന്നതിന് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വനം, വന്യജീവി വകുപ്പിൽ 6 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ രൂപീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി പുത്തരിക്കണ്ടം മൈതാനിയിലെ 2 വ്യത്യസ്ത പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്. പുതിയ ട്രെയിൻ സർവീസുകൾ അടക്കമുള്ള സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടന പരിപാടിയിലും BJP സംഘടിപ്പിക്കുന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരത്തിനായുള്ള നഗരവികസന രേഖയുടെ പ്രഖ്യാപനം ഇവിടെ വെച്ച് പ്രധാനമന്ത്രി നടത്തുമെന്ന് BJP വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് തിരുവനന്തപുരത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബയോ 360 ലൈഫ് സയൻസസ് പാർക്കിൽ CSIR NIIST ഇന്നൊവേഷൻ, ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി കേരളത്തിന് അനുവദിച്ച അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറാൻ പോവുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെ. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ നേതാക്കൾ NDAയിൽ ചേരുന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കും. നവകേരള നിർമ്മിതിയിൽ തുല്യനീതി ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭിന്നശേഷി സർഗോത്സവത്തിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാർ ഒറ്റയ്ക്കല്ലെന്നും സർക്കാർ എന്നും അവർക്കൊപ്പം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭിന്നശേഷി എന്നത് കുറവല്ല, അത് വ്യത്യസ്തമായ ശേഷിയാണ്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ബാരിയർ ഫ്രീ കേരളം, ആ പദ്ധതിയിലൂടെ സർക്കാർ ഓഫീസുകളും പൊതു ഇടങ്ങളുമെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കിയിരിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന
തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു നവകേരളം നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കെഎസ്ആർടിസിയുടെ വിശ്വാസ്യത നിലനിർത്താൻ ജീവനക്കാരുടെ മികച്ച പെരുമാറ്റവും സഹകരണവും വലിയ പങ്കുവഹിക്കുന്നതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ. പൊതുഗതാഗത രംഗത്ത് നൂതനമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പ്രത്യേക പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തന ലാഭത്തിൽ മുന്നേറുന്ന രാജ്യത്തെ ഏക പൊതുഗതാഗത കോർപ്പറേഷൻ കെഎസ്ആർടിസിയാണെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് സജ്ജമാക്കിയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി 2,56,399 തീർത്ഥാടകർക്ക് സേവനം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പമ്പ മുതൽ സന്നിധാനം വരെയും കാനനപാതയിലും സജ്ജമാക്കിയ എമർജൻസി മെഡിക്കൽ സെന്ററുകളിലൂടെ 64,754 തീർത്ഥാടകർക്കും ആരോഗ്യ സേവനം നൽകി. സിപിആർ ഉൾപ്പെടെയുള്ള അടിയന്തര സേവനം നൽകി മരണനിരക്ക് പരമാവധി കുറയ്ക്കാൻ സാധിച്ചതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ബസിൽ ലൈംഗിക അതിക്രമം ആരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കണ്ടന്റ് ക്രിയേറ്ററായ ഷിംജിത വീഡിയോ പരസ്യമാക്കിയത് യുവാവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന വിഷയത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 1:45 പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് G. അഞ്ജനാദേവി സംസാരിക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ നീക്കം ചെയ്യാനും പേര് ചേർക്കാനും നിരവധി അപേക്ഷകളാണ് ലഭിക്കുന്നത്. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. പഠനം പൂർത്തിയാക്കി തൊഴിലിനായി തയ്യാറെടുക്കുന്ന യുവജനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്ന കണക്ട് ടു വർക്ക് പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. +2 മുതൽ ബിരുദം വരെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18നും 30നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്നതാണ് പദ്ധതി. 79ാമത് സന്തോഷ് ട്രോഫി ടൂർണമെന്റിന് അസമിൽ തുടക്കമായി. ആദ്യ മത്സരങ്ങളിൽ രാജസ്ഥാൻ, തമിഴ്നാട്, ബംഗാൾ ടീമുകൾക്ക് ജയം. കേരളത്തിന്റെ ആദ്യ മത്സരത്തിൽ പഞ്ചാബാണ് എതിരാളികൾ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. നാളെ രാവിലെ 9 മണിക്കാണ് കേരളം കരുത്തരായ പഞ്ചാബുമായി ഏറ്റുമുട്ടുന്നത്. 7 തവണ ചാമ്പ്യന്മാരായ കേരളത്തിന് കഴിഞ്ഞ തവണ ചുണ്ടകലത്തിൽ നഷ്ടമായ കപ്പ് ഇത്തവണ നേടിയെടുക്കണമെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട്. ദേശീയ ഗെയിംസിൽ കേരളത്തിന് സ്വർണം നേടിത്തന്ന ഷെഫീഖ് ഹസനാണ് ടീമിന്റെ പരിശീലകൻ. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. പ്രധാന വാർത്തകൾ വീണ്ടും. അടൽ പെൻഷൻ യോജന 2030-31 സാമ്പത്തിക വർഷം വരെ തുടരാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനം. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ 3ാം ദിവസമായ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ ചർച്ച ആരംഭിക്കും. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറാൻ പോവുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെ. ശബരിമല തീർത്ഥാടന കാലത്ത് സജ്ജമാക്കിയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി 2,56,399 തീർത്ഥാടകർക്ക് സേവനം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.